നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത് മൂലം നാളിൽ ജനിച്ചവരുടെ 2025 ഫലങ്ങളെക്കുറിച്ചാണ്. അതിനുമുമ്പ് ഈ മൂലം നാളിൽ ജനിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്തനായ ബിസിനസ്സുകാരൻ മുകേഷ് അംബാനി ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആളാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം കേട്ടിട്ടുണ്ട്, പണ്ടേ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് വളരെ ഫേമസ് ആണ്, അദ്ദേഹത്തെ നമ്മളറിയാം. അതേപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലീഡർ ദലൈലാമ, അതും മൂലത്തിലാണ്. ഈ 3 പേർക്കും ഇതിനകത്ത് ഈ മൂലത്തിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ 3 പേരുടെ പേര് പറയാൻ കാരണം. അത് നമുക്ക് വരുമ്പോൾ മനസ്സിലാകും. ഇത് ഈ മൂലം നക്ഷത്ര നാളിൻ്റെ 2025 കാര്യങ്ങൾ മാത്രമല്ല, ലാൽ കിതാബ് പരിഹാരങ്ങൾ, നല്ല മാസങ്ങൾ, അല്ലാതുള്ള നമ്മുടെ പാരമ്പര്യ പരിഹാരങ്ങൾ ഒക്കെ അതിൽ പറയുന്നുണ്ട്. കൂടാതെ രത്നനിർദ്ദേശവും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ആചാര്യൻ എന്താണ് ഈ മൂലം നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. മൂലം നക്ഷത്രത്തിന് ആചാര്യൻ പ്രത്യേകമായിട്ട് പറയുന്നത് ദേവതയാണ്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ദേവതയെ ആചാര്യം കൊടുത്തിട്ടുണ്ട്. കാര്യം മൂലം നക്ഷത്രത്തിന് അലോട്ട് ചെയ്തിട്ടുള്ള ദേവത എന്ന് പറയുന്നത് നിര്യതിയാണ്. നിര്യതികൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഏത് വാസ്തു സംബന്ധമായി നമ്മൾ നോക്കുമ്പോൾ ഒരു വീടിന് ദോഷങ്ങളുണ്ട് ആദ്യം പറയുന്നത് കന്നിമൂലയെ പറ്റിയാണ് പറയുന്നത്. ഓരോ മൂലയ്ക്ക് ഓരോ ദൈവങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതിൽ കന്നിമൂല കൊടുത്തിരിക്കുന്നത് നിര്യതി എന്ന് പറയുന്ന അസുരനാണ്, രാക്ഷസനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 8 അഷ്ടദിക്കുകളുടെ ബാക്കി 7 കൊടുത്തിരിക്കുന്ന ദേവന്മാർക്കാണ്. ഇത് മാത്രമാണ് ഒരു രാക്ഷസൻ കൊടുത്തത്, നിര്യതി മാത്രം. അതുകൊണ്ടാണ് കന്നിമൂലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ കുടുംബത്തെ ബാധിക്കുമെന്ന് നമ്മൾ പറയുന്നത്. ഏതൊരു വീടിൻ്റെയും വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂല. അഷ്ടദിക്കളിൽ കന്നിമൂലയ്ക്ക് മാത്രമാണ് ആചാര്യം നിര്യതി എന്ന രാക്ഷസൻ നൽകിയിരിക്കുന്നത്. അതിനാൽ നിര്യതി ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വരും അദ്ദേഹത്തിന്. മാംസം കഴിക്കുന്ന ആളാണ്, അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൽ അനിഷ്ട സംഭവം ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഗ്രഹത്തിലെ ഗ്രഹനാഥൻ്റെ മുറിയായും പ്രധാന ശയനമുറിയായും വിലപ്പെട്ട ധനം, രേഖകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സംഘങ്ങൾ സൂക്ഷിക്കുന്ന മുറിയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മുറി. അതിനൊക്കെ നല്ല പറ്റിയ റൂമാണ്. നിരുതിന്ന രാക്ഷസന് ആ ഭാഗത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് എപ്പോഴെപ്പോഴും തുറക്കാനും അടയ്ക്കാനും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വല്ല അലമാര തുടങ്ങിയ സാധനങ്ങൾ വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ നക്ഷത്രത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് കേതുവാണ്. കേതുവിനെ പറ്റി അറിയാമല്ലോ. കൊടുക്കുന്ന രാഹുവും എടുക്കുന്ന കേതുവും എന്നാണ് പറയുന്നത്. മോക്ഷദായകൻ എന്നാണ് കേതുവിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് കേതുവും മോക്ഷത്തിൻ്റെ കാരകനായിട്ടാണ്. കൂടാതെ ഭക്തിമാർഗങ്ങളുടെ കാരകനായിട്ടും കേതുവിനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മൂലനാളിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ രാശിയായി ധനുവിലാണ് മൂലം നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴന് വലിയ പ്രാധാന്യമുണ്ട്. ജ്യോതിഷത്തിൽ വ്യാഴം അഥവാ ഗുരുവിനെ അറിയപ്പെടുന്ന ധനം, സന്താനങ്ങൾ, ബുദ്ധി, ചൈതന്യം, ശ്രേഷ്ഠത, കീർത്തി, ദൈവഭക്തി, സാത്വിക ഭാവം തുടങ്ങിയവയാണ്. അപ്പോൾ ഇതിൻ്റെ കാരകനായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആരൊക്കെയാണ് നമ്മൾ രംഗത്ത് വന്നു. നിര്യതി എന്ന് പറയുന്ന രാക്ഷസൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യം കൊണ്ടുവരുന്ന വ്യാഴം വന്നിട്ടുണ്ട്. പിന്നെ കേതു വന്നിട്ടുണ്ട്. ഇപ്പം നിരവധി വ്യാഴം, കേതു, ഇതിന് ഒരു മൃഗത്തെ കൊടുത്തിട്ടുണ്ട്. അത് മാനാണ്, സൗമ്യനായ മാനാണ് ഇതിൻ്റെ മൃഗം. അപ്പോൾ ഇവർക്ക് സൗമ്യമായും ഇരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇവരുടെ അഗ്നിയാണ് ഇതിൻ്റെ ഭൂതം. അഗ്നി വരുമ്പോൾ ആഭിജാത്യം, അന്തസ്സൊക്കെ വളരെ പ്രധാനമാണ് ഇവരെ സംബന്ധിച്ചത്. അപ്പം നമുക്ക് ഇവരെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തൊക്കെ പറയാം. അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ അസുരഗണമാണ്. വ്യാഴൻ്റെ സ്വാധീനത്താൽ ശാന്തശീലരും സൗമ്യമായി പെരുമാറുന്നവരും സുഖജീവിതം ആഗ്രഹിക്കുന്നവരും ഈശ്വര ചിന്തയുള്ളവരും സഞ്ചാരപ്രിയരുമാണ്. കേതുവിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് കുറച്ച് അന്ധവിശ്വാസം ഉണ്ടാവും, പ്രതികാര മനോഭാവവും ഉണ്ടാവും. വെറുതെ ഒന്നും വിടില്ല. ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവരാകും. സാഹസികരും ക്ഷിപ്രകോപം കൂടുതലുള്ളവരുമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധ പൊതുവെ കുറവാണ്. ആത്മാർത്ഥത, മനസ്സാക്ഷി, ധർമ്മബോധം എന്നിവ ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ്. ചെറിയ കാര്യങ്ങൾക്ക് വരെ ശുണ്ഠിയും പിടിവാശിയും കാട്ടുന്ന ഇവർക്ക് നിർബന്ധശീലവും ക്ഷിപ്രകോപവും കുറച്ച് കൂടുതലാണ് എന്നാണ് ഇവരെ പറ്റി പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റുകളിലൊക്കെ ഇവരെ പറ്റി പറയുന്നത് വേറൊരു ലെവലാണ്. ഈ നാളിൽ ജനിക്കുന്നവർ അഭിമാനികളും സമൂഹത്തിൽ ബഹുമാനിയുള്ളവരും
ധനികരുമായിരിക്കും. ഇവർ റിച്ച് എന്നൊരു വാക്ക് അവർക്ക് ധനം വേണമെന്നില്ല ആഗ്രഹമുള്ളവർ. സൗമ്യമായി ശാന്തമായി പെരുമാറുമെങ്കിലും ചിലപ്പോൾ അത് പെട്ടെന്ന് ക്ഷിപ്രകോപവും പെട്ടെന്ന് സ്വഭാവം മാറാനൊക്കെ സാധ്യതയുണ്ട്. സുഖലോലുപത, വ്യയശീലം, സ്വതന്ത്ര ബുദ്ധി, കർമ്മകുശലത തുടങ്ങിയവയും ഇവിടെ ലക്ഷണങ്ങളാണ്. സമാധാനപ്രിയരായി ഇവർ ആത്മീയമായ തലത്തിൽ ചിന്തിക്കുന്നവരാണ്. ആത്മീയമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതിന് ഒരുപാട് വിശ്വാസമുള്ളവരാണ്. തൻ്റെ ഇടവും നേതൃത്വമുള്ള ആൾക്കാരാണ് അവർ. പല പരോപകാരികളൊക്കെയാണ്. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, പരോപകാരികൾ. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ സ്ത്രീകൾ അത്ര ഒരു ശുഭമല്ല അവരുടെ കാര്യം. ഭർത്താവിനെ വകവയ്ക്കാതെ ചുരുക്കം പേർ ഉണ്ട്. അവർക്ക് ദാമ്പത്യം ക്ലേശകരമായിട്ടായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ഇവർ കുറച്ച് എടുത്തുകെട്ടക്കാരോ അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഒരു പ്രാധാന്യം പറയാൻ നല്ല രീതിയിൽ ജീവിക്കണം, വലിയ ലെവലിൽ ജീവിക്കണം ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട്. ചിലപ്പോൾ റിസ്ക്കൊക്കെ എടുക്കും. അതൊക്കെ പരാജയപ്പെടാൻ വിജയിക്കാം. അങ്ങനെയുണ്ട്. പിന്നെ അന്ധവിശ്വാസമുണ്ട്. ദാനം ചെയ്യാൻ താല്പര്യമുള്ളവർ ദാനമൊക്കെ ചെയ്യും. ഭാഗ്യാന്വേഷണമാണ്. ഭാഗ്യത്തിൽ വിശ്വസിക്കും. ലക്ഷറി വേണം. ലക്ഷറി എപ്പോഴും വേണം. പെർസ്വാഡിങ് ടെൻഡൻസി വേണം. പെർസ്വാഡിങ് എന്ന് പറയാൻ മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്വന്തം വിഷമങ്ങൾ പറഞ്ഞായാലും മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യും. അനുകമ്പ പിടിച്ചു പറ്റാനുള്ള കഴിവുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ട് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, സംസാരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള നല്ല കഴിവുള്ളവരാണ്. സെൽഫ് കോൺഷ്യസ് ആണ്. അവരുടെ ഗോൾ നേടാൻ വേണ്ടി കോൺഷ്യസ് ആണ്. പിന്നെ അവർക്ക് എന്താണ് പ്രത്യേകം എന്ന് പറയാൻ, നമ്മൾ നേരത്തെ പറയാം, നിര്യതി എന്ന് പറയുന്ന രാക്ഷസനാണല്ലോ ഒരു ദേവത. അപ്പം മറ്റ് 7 പേരും ദേവന്മാരായതുകൊണ്ട് രാക്ഷസന് ഒരു അപകർഷതാബോധമുണ്ട്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതൊരു പരിധി കാണും. കൂടാതെ അതുകൊണ്ട് തന്നെ ഒരു കട്ടന് പിന്നിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏത് സംരംഭങ്ങൾ വിജയിക്കുമെങ്കിലും അതിൽ ഇവരുടെ കട്ടന് പിന്നിൽ നിന്നിട്ട് അതിനെ ചരട് വലിക്കുന്ന ആൾക്കാർ ഇവരായിരിക്കും. വിജയത്തിലായാലും പരാജയത്തിലായാലും. അതുകൊണ്ട് കൂടുതൽ നമുക്ക് വിജയമായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് 2025 ഇവരുടെ കാര്യം നോക്കാം. 2025 കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർച്ച് 29 ശനി 4 മാറുകയാണ്. അതിൽ മെയ് 15 വ്യാഴം 6 നിന്നും 7 വരികയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ വരുമ്പോൾ ഇവർക്ക് 3 ശനി അനുകൂലമാണ്. കുറച്ച് ഒരു റിസ്ക്കൊക്കെ എടുത്ത് കാര്യങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അവർ. അതിന് ഭംഗം വരും. ശനിനെ വരാൻ പോകുന്ന 4 മാർച്ച് 29 വരുന്നത്. അപ്പോൾ 4 വരുമ്പോൾ കണ്ടശനി ആരംഭിക്കുന്നു. 4 ശനി. പിന്നെ ഉള്ളത് വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ 6 വ്യാഴം ഇപ്പോൾ അനുകൂല സ്ഥിതി ഒന്നുമില്ല. ഇപ്പോൾ ഒരു ആവറേജ് പോക്കാണ്. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ഇല്ല, എന്നാൽ ശനിയുടെ അനുകൂല സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് ആവറേജായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മാറ്റം ഉണ്ടാകും. വ്യാഴം 7 വരുമ്പോൾ രാജയോഗത്തിന് തുല്യമായ രീതിയിൽ ആണ് ഈ വ്യാഴം മെയ് 15 വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥിതി സ്വല്പം ഒരു മാറ്റം മാറി കുറച്ച് ഭാഗ്യമെല്ലാം വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മുന്നിട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ വ്യാഴം 7 മാർച്ച് മെയ് 15. ഇപ്പോൾ ശനി ഇതുപോലെ ശനിയെ നോക്കേണ്ട. വ്യാഴം 7 വരുന്ന വളരെ അനുകൂലമായ സംഭവമാണ്. കൂടാതെ മാർച്ച് 18 രാഹു 3 വരുന്നുണ്ട്. അതും അനുകൂലമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവർ കുറച്ചുകൂടെ നല്ല ടൈമാണ് മെയ് 15 വരുന്നത്. അപ്പോൾ അടുത്ത വർഷം നമ്മളെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും റിസ്ക് എടുക്കുന്നത് നമ്മൾ മെയ് മാസത്തിന് ശേഷം ആകുക. അതായത് റിസ്ക് എടുക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ സംരംഭം ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് മെയ്ക്ക് ശേഷം ആകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുറച്ച് പ്രത്യേക തൊഴിലുള്ള ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ നേട്ടം ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. മതപരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, പള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നവർ, പ്രീസ്റ്റ്, പോറ്റി, തിരുമേനി, പൂജ, ഈ ആൾക്കാർക്കെല്ലാം അനുകൂലമായൊരു സമയമാണ് മെയ് 15 ശേഷം. വളരെ അനുകൂലമായിട്ടാണ്. അതായത് ജഡ്ജസ്, ടീച്ചേഴ്സ്, രാഷ്ട്രീയക്കാർ, സാഹിത്യകാരന്മാർ, അവർക്കെല്ലാം അനുകൂലമായി. ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, മാത്രമല്ല സോഷ്യൽ വർക്കേഴ്സ്, അവർക്ക് നല്ല പേരും പെരുമയൊക്കെ അടുത്ത ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കുക. ഹോഴ്സ് റേസിംഗ് പിന്നെ അതുപോലെ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡ്, വലിയ ലെവലിൽ ഹയർ ലെവലിൽ കളിക്കുന്നവർക്കെല്ലാം നല്ലതാണ്. ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് മാർക്കറ്റ്, ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും മാർക്കറ്റ് ചെയ്യുന്നവർക്കും വളർത്തുന്നവർക്കും വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ സന്യാസി, അവർക്ക് ആ ലെവലിൽ പോകുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് സന്യാസികൾ. ആർമി, റേക്കി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കുള്ള കൃഷി, ഗാർഡനിങ്, റിസർച്ച്, അനലിസ്റ്റ്, പോലീസ്, ഇൻവെസ്റ്റിഗേഷൻ ടീം, ക്രൈം ബ്രാഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ടീമിനൊക്കെ വളരെ അനുകൂലമായൊരു സമയമാണ് ഇത്. ആ സമയം തൊട്ട് മെയ് 15 തൊട്ട് വരാൻ പോകുന്നത്. അവർക്ക് വെച്ച് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യണം.
സ്ത്രീകൾക്കും അതേപോലെ തന്നെ എടുത്തിയട്ടം വേണ്ട, റിസ്ക് എടുക്കേണ്ട തൽക്കാലം. ആ ലെവൽ പോകണമെങ്കിൽ 7 വ്യാഴം വരികയാണ്. പങ്കാളിയായിട്ടുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായെന്ന് വരാം. 6 വ്യാഴം ആയതുകൊണ്ട് അതൊക്കെ 7 വ്യാഴം വരുമ്പോൾ അതൊക്കെ മാറും. അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുരഞ്ജന സംഭാഷണങ്ങളോ ഡൈവേഴ്സിൻ്റെ പക്കത്തുള്ളോ അതൊക്കെ നമുക്കൊരു May 15 ശേഷം പോസിറ്റീവ് ആകണമെന്ന് ട്രൈ ചെയ്താൽ May 15 ശേഷം അതൊക്കെ പോസിറ്റീവ് ആവും. അസുഖമുള്ളവർ മറ്റവർക്കെല്ലാം നല്ല ഡയഗ്നോസിങ്ങെല്ലാം കിട്ടാനായിട്ട് May 15 വരെ കാത്തിരിക്കുന്ന ആവശ്യമാണ്. മുതിർന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇപ്പം നിൽക്കുന്ന അടുത്ത കണ്ടശനിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ വീഴാനോ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അവർ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർ ബൈക്കുമൊക്കെ ഓടിക്കുന്നവർക്ക് ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ടെൻഡൻസിയൊക്കെ വരും. അത് സൂക്ഷിക്കണം. അതിന് രക്ഷപ്പെടാനായിട്ട് ഞാൻ പറയുന്നത് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യണമെന്ന്. 6 മാസം ഒരിക്കൽ ചെറുപ്പക്കാർ ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഡൊനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് വളരെ നല്ല റിസൾട്ടാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് 2025. ഇനി ഞാൻ പറയുന്ന കുറച്ച് പരിഹാരങ്ങളാണ്. രത്നനിർദ്ദേശമാണ് പറയുന്നത്. രത്നനിർദ്ദേശം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം ചന്ദ്രരാശി വെച്ച് പറയുകയാണെങ്കിൽ അത് യെല്ലോ സിൽവറാണ്. മഞ്ഞ പുഷ്ടിയിലാണ് ധരിക്കുന്നത്. ഉത്തമമായിരിക്കും. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ജനനസമയം വെച്ചിട്ട് ഒരു ജ്യോത്സ്യനെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് നല്ല ദിവസങ്ങളാണ് ഞാൻ പറയുന്നത്. നല്ല ദിവസങ്ങളൊന്നുമില്ല, ദിവസങ്ങളല്ല മാസങ്ങൾ. ഈ വരുന്ന മാസങ്ങളിൽ ചില പ്രത്യേക മാസങ്ങൾ സൂര്യൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അനുകൂലമായി തീരുമാനം എടുക്കാൻ കൊള്ളാം. പ്രൊഫഷണൽ കാര്യങ്ങളിൽ, ഒഫീഷ്യൽ മാറ്റേഴ്സിൽ, കാറ് തുടങ്ങിയ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഇതിനൊക്കെ എടുക്കുന്ന തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയമാണ് ഞാൻ ഇനി പറയുന്നത്. ഫെബ്രുവരി 15 തൊട്ട് മാർച്ച് 15 വരെയുള്ള ആ ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമാസം വളരെ അനുകൂലമാണ്. പിന്നെയുള്ളത് May 15 തൊട്ട് ജൂൺ 15 വരെ അത് വളരെ അനുകൂലമാണ്. അത് ഇടവ മാസമാണ്. പിന്നീട് സെപ്റ്റംബർ 15 തൊട്ട് നവംബർ 15 വരെ 2 മാസം എന്ന് വെച്ചാൽ കന്നിയും തുലാവും 2 മാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പിന്നെ ഇനി ഞാൻ പറയുന്ന കേരളീയമായ പരിഹാരങ്ങളാണ്, നമ്മുടെ പാരമ്പര്യ പരിഹാരങ്ങൾ. അപ്പോൾ അതുമായി ഗണപതിയാണ് അതിൻ്റെ ദേവത. അപ്പോൾ ഗണപതിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ ആൾക്കാർ മൂലം നക്ഷത്ര ദിവസം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. കേതുവിനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങളും പതിവായി അനുഷ്ഠിക്കണം. രാശ്യാധിപനാം വ്യാഴനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അതുപോലെ മൂലം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇതാണ് അവർക്ക് അത് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയുന്ന കുറച്ച് ലാൽക്കിതാവ് പരിഹാരങ്ങളാണ്. മുമ്പൊക്കെ ഈ പരിഹാരങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു പരിഹാരമാണിത്. വളരെ ചിലവ് കുറഞ്ഞതും കേൾക്കാൻ രസമുള്ളതുമായ പരിഹാരങ്ങളാണ്. അത് അനുഷ്ഠിക്കുന്ന വളരെ നല്ലതായിരിക്കും. ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള പരിഹാരമാണ് ഞാൻ പറയുന്നത്. വിനായക ചതുർത്ഥി ദിവസം ഉപവസിക്കുക എന്നുള്ളതാണ് ഒന്ന്. നാരങ്ങ, ഏത്തപ്പഴം എന്നിവ ദാനം ചെയ്യുക. അർഹരായവർക്ക് നാരങ്ങ ദാനം ചെയ്യുക, ഏത്തപ്പഴം ദാനം ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊടുത്താലും മതി. അത് വളരെ നാരങ്ങയൊക്കെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വെളുപ്പും കറുപ്പും കലർന്ന നായയെ വളർത്തുക, നായ്ക്കുട്ടിക്ക് അല്ലെങ്കിൽ പട്ടി. കറുപ്പും വെളുപ്പും കലർന്ന നായയെ വളർത്താനാണ് പറയുന്നത്. നല്ല സ്വഭാവം ശീലിക്കുക, സദാചാരം കറക്റ്റായിട്ട് ശീലിക്കണം അവർക്ക്, അല്ലെങ്കിൽ എപ്പോൾ വേണോ പേര് ദോഷമാകാം. എള്ള് ഒഴുകുന്ന വെള്ളത്തിൽ എള്ള് ഒഴുക്കി കളയുക എന്നാണ് ഈ പറയുന്നത്. വളരെ സൂക്ഷിക്കണം. ആൾദൈവങ്ങളെയൊക്കെ ചെയ്യണമെന്ന് പറയുന്ന പോലെ ഒരുപാട് അന്ധവിശ്വാസമായിട്ട് പോകാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആൾക്കാരുണ്ടാകും. അതിൽ നിന്നൊക്കെ പിന്മാറി വളരെ നന്നായിട്ട് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല വർഷം ഞാൻ ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.